ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന PHSയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ, സ്പെഷ്യലിസ്റ്റ് നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ്, സാലറി, വെക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സ് എത്ര മണിക്കൂറാണ്? നമുക്ക് മോർണിംഗ് 8 മണി തൊട്ട് ഈവനിങ് 4 മണി വരെ ആയിരിക്കും നമുക്കൊരു ഷിഫ്റ്റ് വരുന്നത്. അതായത് 8 മണിക്കൂർ ഷിഫ്റ്റാണ്, കണ്ടിന്യൂസ് ഷിഫ്റ്റാണ്. അതിൽ 1 അവർ നമുക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കാം. നമ്മുടെ കൊളീഗുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് 1 അവർ ലഞ്ച് ബ്രേക്ക് എടുക്കാം. വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് സൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ, തിങ്കൾ മുതൽ വ്യാഴം വരെ 8 മണി തൊട്ട് 4 മണി വരെ ആയിരിക്കും നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത്. ഫ്രൈഡേ സാറ്റർഡേ നമുക്ക് ഓഫാണ്, ഫുള്ളി ഓഫാണ്. ആ സമയത്ത് നമുക്ക് ഡ്യൂട്ടി ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരുവാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നെബുലൈസേഷനോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും വാക്സിനേഷൻ എന്തെങ്കിലും എടുക്കണം, എമർജൻസി കണ്ടീഷനിൽ വിത്ത് ഡോക്ടറിൻ്റെ കൺസേൺ ഉണ്ടെങ്കിൽ, ഡോക്ടർ വരുവാണെങ്കിൽ, നമ്മുടെ PHSയിൽ വരുവാണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഓൺകോൾ ഡ്യൂട്ടിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ അക്കോമഡേഷൻ വരുന്നത് ഈ PHS, അതായത് ഇപ്പം ഞാൻ ഉള്ളത് എൻ്റെ PHS എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ ഉള്ളത്. ഈ അക്കോമഡേഷനിൽ തന്നെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. ഞാനും എൻ്റെ കൊളീഗ് സിസ്റ്ററും പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് ക്ലീനറുണ്ട്. ക്ലീനറിന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്റൂം. അങ്ങനെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. ഒരു കോമൺ കിച്ചണും 2 വാഷ്റൂമുമാണ് നമുക്ക് ഉള്ളത്. ഇതിൻ്റെ അപ്സ്റ്റെയർ, അതായത് PHSൻ്റെ അപ്സ്റ്റെയർ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ PHSയിലും അക്കോമഡേഷൻ കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിരിക്കും. ഇൻ കേസ് പേഷ്യൻ്റ് എന്തെങ്കിലും എമർജൻസി വന്ന് നമുക്ക് പെട്ടെന്ന് പോകാനായാലും നമുക്ക് വേറെ ട്രാവലിങ് അങ്ങനെയുള്ള ആവശ്യകതകളൊന്നും വരുന്നില്ല. ജസ്റ്റ് താഴെ തന്നെയാണ് നമ്മുടെ PHS വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സാലറി, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും നമ്മൾ PHSയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും 2 പേർക്കും 2 സാലറി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, 2 പേർക്കും ഒരേ സാലറിയാണ്. ഒരേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരേ സാലറിയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 4100 ആണ്. ഇപ്പം നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് സൗദിയിലേക്ക് നേഴ്സായിട്ട് വരുന്നത്, സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ സാലറി എന്ന് പറയുന്നത് 4100 പ്ലസ് 295 SR ആണ് നമ്മുടെ എക്സ്പീരിയൻസ് അലവൻസ് വരുന്നത്. ഇപ്പം നമുക്ക് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 295 × 3, അല്ലെങ്കിൽ 295. ഇപ്പോൾ 2 ഇയേഴ്സ് ആണെങ്കിൽ 295 × 2 അതായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോൺട്രാക്റ്റ് വരുന്നത് 1 ഇയർ കോൺട്രാക്റ്റ് ആണ്, റിന്യൂവബിൾ കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ 1 ഇയർ നമ്മളിവിടെ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം എങ്കിൽ നമുക്ക് റിസൈൻ കൊടുത്തിട്ട് പോകാം. നമ്മുടെ 10 മന്ത് ആകുമ്പോഴത്തേക്കും നമ്മൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണം. 10 മന്ത് ആയി കഴിഞ്ഞ് നമ്മൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ വെക്കേഷൻ എടുത്ത് നാട്ടിലേക്ക് പോകാമെന്നുണ്ട്. അപ്പോൾ ആനുവൽ വെക്കേഷൻ എത്ര ദിവസമാണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആനുവൽ വെക്കേഷൻ നമുക്ക് കിട്ടുന്നത് 36 ദിവസം ആനുവൽ വെക്കേഷൻ, അതായിരിക്കും നമുക്ക് നാട്ടിലേക്ക് പോകാൻ കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഡ്യൂറിങ് ഹജ്ജിൻ്റെയും റമദാൻ്റെ ടൈമിൽ നമ്മളിവിടെ PHSയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ഡേയ്സ് ഹജ്ജിൻ്റെയും 8 ഡേയ്സ് റമദാൻ്റെയും കൂടെ വെക്കേഷൻ, എക്സ്ട്രാ വെക്കേഷൻ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെക്കേഷന് നാട്ടിൽ പോകുന്ന സമയത്ത് ആനുവൽ വെക്കേഷൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് പോകാവുന്നതാണ്. ആ വെക്കേഷൻ കിട്ടും. അപ്പം ഇത്രയാണ് നമ്മുടെ വെക്കേഷൻ്റെ കാര്യങ്ങൾ. ഡ്യൂട്ടി അവേഴ്സ് പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഡ്യൂട്ടീസാണ് നമുക്കിവിടെ PHSയിൽ ചെയ്യാനുള്ളതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഡ്രസ്സിങ് ചെയ്യാനുണ്ട്, IV കാനുലേഷൻ വരുന്നുണ്ട്, നെബുലൈസേഷൻ വരുന്നുണ്ട്, സൂച്ചറിങ് വരുന്നുണ്ട്, സൂച്ചർ റിമൂവൽ വരുന്നുണ്ട്, വാക്സിനേഷൻ വരുന്നുണ്ട്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ റുട്ടീൻ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ എല്ലാ വാക്സിൻസും നമ്മളിവിടെ കൊടുക്കും. 2 മന്ത്സ് തൊട്ട് 4 to 5 ഇയേഴ്സ് സ്കൂൾ വാക്സിൻ വരെ നമ്മളിവിടെ കൊടുക്കും. അതേപോലെ തന്നെ സീസണൽ വാക്സിനേഷൻ, അതായത് നമ്മളിപ്പോൾ ഹജ്ജിൻ്റെ ടൈമിൽ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കും, MCV വാക്സിൻ കൊടുക്കും. അതേപോലെ തന്നെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അലവൻസ് എന്തെങ്കിലും കിട്ടുമോ, അതോ നമ്മൾ സെയിം സാലറിയിൽ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ സെയിം സാലറിയിൽ തന്നെയല്ല കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞ് നമ്മുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് സാലറിയുടെ 4% ആയിരിക്കും നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് കിട്ടുന്നത്.
അതായത് 200 SR ആയിരിക്കും നമുക്ക് ഇൻക്രിമെൻ്റ് അലവൻസ് ഇൻക്രിമെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ PHSCയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ PHSC സ്റ്റാഫ് എന്നാണോ കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നമ്മൾ സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടുന്ന് റിസൈൻ ചെയ്ത ഒരു 4 ഇയർ അല്ലെങ്കിൽ 3 ഇയർ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് എക്സിറ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, ഇപ്പം എൻ്റെ പേര് ജൂബി എന്ന് പറയുന്ന സ്റ്റാഫ്, ഇന്ന ഫയൽ നമ്പർ ഇത് വെച്ചിട്ട് 2022 മുതൽ 2024 വരെ ഇവിടെ വർക്ക് ചെയ്തു ആസ് എൻ രജിസ്റ്റേർഡ് നഴ്സ്, ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ PHSCയുടെ അണ്ടറിൽ വർക്ക് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല കിട്ടുന്നത്. നമ്മൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തു ആസ് എ സ്പെഷ്യലിസ്റ്റ് നഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് ഭാവിയിൽ വേറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളാണ്. പറ്റും. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ അക്കോമഡേഷൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചവരുണ്ട്. അക്കോമഡേഷൻ നമുക്ക് ഫ്രീ ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ആണ്. നമുക്ക് ഫുഡ് നമ്മൾ സെൽഫ് പ്രിപ്പയർഡ് ആണ്, സെൽഫ് കുക്കിംഗ് ആണ്. ചില PHSCയിലൊക്കെ അവർക്ക് റോ ഫുഡായിട്ട് ഫുഡ് സപ്ലൈസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഫുഡ് സപ്ലൈസ് ഇല്ല. നമ്മൾ തന്നെ സെൽഫ് കുക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫുഡ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 1 ഇയർലി നമുക്ക് ഫുഡ് അലവൻസ് മണി ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അല്ലാതെ നമ്മൾ മന്ത്ലി വൺസ് ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിങ്ങിന് പോകുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ കാറിൽ തന്നെ ആയിരിക്കും. നമ്മുടെ PHSCയിൽ ഒരു ഡ്രൈവർ കാണും. നമുക്കിപ്പോൾ സാലറി വരുന്ന 25th or 26th നമുക്കിപ്പം ഷോപ്പിങ്ങിന് പോകണം, വൺസിനെ മന്ത് ഷോപ്പിങ്ങിന് പോകണം എന്ന് ഡ്രൈവറിനോട് പറഞ്ഞാൽ ഡ്രൈവർ നമ്മളെ ഷോപ്പിങ്ങിനായിട്ട് കൊണ്ടുപോകും. അവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ, ആ ഒരു മന്ത്ലി വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് തിരികെ വരാം. അപ്പം ഇത് റെസ്പോൺസിബിലിറ്റി, സാലറി, എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.